വെൽക്കം ബാക്ക് എവരി വൺ. ലാസ്റ്റ് വീഡിയോയിൽ മെഷീൻ ലേണിംഗിലെ കൺസെപ്റ്റുകളായ എംബഡിംഗ് ആൻഡ് ഫൈൻ ട്യൂണിംഗ് എന്നീ ടോപ്പിക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ വി ആർ ഗോയിങ് ടു ബിൽഡ് എ ചാറ്റ് ബോട്ട് ലൈക്ക് എ മിനി ChatGPT. ഒരു സ്മാളർ വെർഷൻ ഓഫ് ചാറ്റ് ബോട്ടാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആൾറെഡി ലേൺ ചെയ്ത ടോപ്പിക്കുകളുടെ ഒരു പ്രാക്ടിക്കൽ വെർഷൻ കൂടിയാണ് ഈ വീഡിയോ. സോ ഈ ഒരു ചാറ്റ് ബോട്ടിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിക്കാം. സോ നമുക്കിവിടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് നോക്കാം. വാട്ട് ഈസ് യുവർ നെയിം? നമുക്ക് നോക്കാം എന്തായിരിക്കും റെസ്പോൺസ് വരുന്നത് എന്നുള്ളത്. സോ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടി. ഒരു AI ആണെന്നാണ് അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലൈക്ക് ഒരു ചാറ്റ് ബോട്ടാണ് എന്നുള്ളത്. നമുക്കൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? സോ ഒരു പ്രോപ്പർ ആൻസർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വാലിഡ് ആയിട്ടുള്ളൊരു ആൻസർ തന്നെയാണ്. ദെൻ ട്രൈ വിത്ത് അനദർ ക്വസ്റ്റ്യൻ ലൈക്ക് ഡിസ്ക്രൈബ് അബൌട്ട് India in 100 words. ഒരു ബെറ്റർ റെസ്പോൺസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 100 വേർഡ്സിൽ ഇന്ത്യയെ കുറിച്ചൊരു ബേസിക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് പ്രോംപ്റ്റ് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ലൈക്ക് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കാം. സോ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടി. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു LLM എങ്ങനെ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അപ്പോൾ അത് കോൺഫിഗർ ചെയ്ത് ഒരു ചാറ്റ് ബോട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുമാണ് നമ്മൾ നോക്കുന്നത്. പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്താണ് ഈ ചാറ്റ് ബോട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാൻ ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് പൈത്തൺ, ഒലാമ, ദെൻ ലാമ 3.2 മോഡൽ. പൈത്തണിൽ നിങ്ങൾക്ക് ആൾറെഡി ഒരു നോളജ് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന മോഡൽ ലാമ 3.2 ആണ്. മെറ്റ AI ഡെവലപ്പ് ചെയ്ത മോഡലാണ് ലാമ. ലാമയുടെ ഡിഫറെൻറ്റ് വേർഷൻസ് അവൈലബിൾ ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 3.2 വേർഷനാണ്. ഒലാമ എന്നത് ഒരു AI മോഡൽ പ്ലാറ്റ്ഫോമാണ്. ലാർജ് ലാംഗ്വേജ് മോഡൽസ് ലോക്കൽ മെഷീൻസിൽ റൺ ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. പലതരത്തിലുള്ള LLMs ലോക്കലി റൺ ചെയ്യുവാൻ ഒലാമ യൂസ് ചെയ്ത് സാധിക്കും. സോ യു ക്യാൻ തിങ്ക് ലൈക്ക് ഒലാമ ഈസ് എ ലോക്കൽ സെർവർ ഫോർ LLMs. ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒലാമ ഇൻസ്റ്റാളേഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഒലാമയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. അവിടെ ഹോം പേജിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാകും. നിങ്ങളുടെ OS അനുസരിച്ചുള്ള ഒലാമ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് വിൻഡോസ് മെഷീനാണ്. സോ ഞാൻ വിൻഡോസ് മെഷീൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള EXE ഡൗൺലോഡ് ചെയ്ത് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ വിൻഡോസ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു EXE ഫയൽ ഡൗൺലോഡ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനെ റൺ ചെയ്യുക. ഒലാമ ആപ്ലിക്കേഷൻ റണ്ണിങ് ആണെങ്കിൽ ടാസ്ക് ബാറിൽ ഒലാമയുടെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് LLM ഇൻസ്റ്റാളേഷൻ ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാമ 3.2 ആണ്. നമുക്ക് ആവശ്യമുള്ള LLM മോഡൽ ഏതാണോ ആ ഒരു മോഡൽ ഒലാമ സെർവറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു മോഡൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കൂ. ഇതിനു വേണ്ടി ഒലാമ പുൾ ലാമ 3.2 എന്ന കമാൻഡ് റൺ ചെയ്യണം. ഉബുണ്ടു ആണ് നിങ്ങളുടെ OS എങ്കിൽ ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക. വിൻഡോസ് ആണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റോ അല്ലെങ്കിൽ പവർ ഷെല്ലോ യൂസ് ചെയ്ത് ഈ ഒരു കമാൻഡ് റൺ ചെയ്യാം. വൺസ് ഈ കമാൻഡ് റൺ ചെയ്താൽ ഈ ഒരു മോഡൽ ഒലാമ സെർവറിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അറൌണ്ട് 2 GB സൈസുള്ള മോഡലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ലാമ 3.2 പോലെ തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. ഒലാമ സൈറ്റിൽ മോഡൽ ലൈബ്രറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലാമ 3.2-ൽ 3 ബില്യൺ പാരാമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വൺസ് മോഡൽ സെറ്റപ്പ് കംപ്ലീറ്റ് ആയാൽ ചാറ്റ് ബോട്ട് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നൗ പൈത്തൺ യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് പൈത്തണിലെ ചില പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിൽ ആദ്യത്തെ പാക്കേജാണ് ഒലാമ. ഒലാമയുടെ ക്ലയൻറ്റ് ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് പിപ്പ് ഇൻസ്റ്റാൾ ഒലാമ എന്ന് റൺ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പാക്കേജാണ് സ്ട്രീംലിറ്റ് യൂസ് ചെയ്യുന്നത് ഒരു യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. LLMുമായി ഇൻട്രാക്ട് ചെയ്യുവാൻ സ്ട്രീംലിറ്റിൻ്റെ ആവശ്യമില്ല. വെബ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്ട്രീംലിറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് പിപ്പ് ഇൻസ്റ്റാൾ സ്ട്രീംലിറ്റ് എന്ന് റൺ ചെയ്യുക. ഈ രണ്ട് പാക്കേജും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ LLMുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള പൈത്തൺ കോഡ് നമുക്ക് റൈറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന എഡിറ്റർ വിഷ്വൽ സ്റ്റുഡിയോ ആണ്. പൈച്ചാം പോലുള്ള മറ്റേതെങ്കിലും എഡിറ്റർ നിങ്ങൾ ആൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഒരു പൈത്തൺ ഫയലാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. chat.py എന്ന പേരിലാണ് ഞാൻ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തത്. ദെൻ നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് സ്ട്രീംലിറ്റ്, ഇമ്പോർട്ട് ഒലാമ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് LLM റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് ആവശ്യം. അതിന് വേണ്ടിയിട്ട്
ജനറേറ്റ് LLM റെസ്പോൺസ് എന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആണ് പ്രോംപ്റ്റ്, മോഡൽ. ഇവിടെ പ്രോംപ്റ്റ് എന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സ്ട്രിംഗ് ആണ്. മോഡൽ എന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന മോഡൽ. ബൈ ഡിഫോൾട്ട് ലാമ 3.2 ആണ്. മെസ്സേജസ് എന്ന വേരിയബിളിൽ എ ലിസ്റ്റ് ഓഫ് ഡിക്ഷണറി ആണുള്ളത്. ഈ ഡിക്ഷണറി എലമെൻറ്റ്സിൽ റോൾ, കണ്ടൻറ്റ് എന്നീ കീസ് ഉണ്ടാവും. ഇതിൽ റോൾ എന്നത് ഇൻപുട്ട് കൊടുക്കുന്ന ആളുടെ റോളാണ്. ഇവിടെ യൂസറിനാണ് നമ്മൾ റോൾ കൊടുക്കേണ്ടത്. കണ്ടൻറ്റ് എന്ന കീയിൽ പ്രോംപ്റ്റ് ആണ് പാസ് ചെയ്യേണ്ടത്. ഇവിടെ പ്രോംപ്റ്റ് വേരിയബിളിൽ യൂസർ ഇൻപുട്ട് കൊടുക്കുന്ന സ്ട്രിംഗ് ആണുള്ളത്. olama.chat ഈ ഒരു ഫംഗ്ഷനാണ് LLMുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഇവിടെ മോഡൽ ആൻഡ് മെസ്സേജസ് ഇത് രണ്ടും പാസ് ചെയ്യണം. റെസ്പോൺസ് എന്ന വേരിയബിളിലാണ് മോഡലിൻ്റെ റെസ്പോൺസ് കിട്ടുന്നത്. ഇവിടെ മെസ്സേജ് എന്ന ഡിക്ഷണറിയിൽ കണ്ടൻറ്റ് എന്ന കീയിലാണ് ആക്ച്വൽ മെസ്സേജ് ഉള്ളത്. സോ ഇത്രയും ആകുമ്പോൾ LLMുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഒരു വെബ് UI ആണ് ബിൽഡ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു UI ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സ്ട്രീംലിറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് st.title, st.write എന്നിവ യൂസ് ചെയ്ത് ഒരു ബേസിക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വേണ്ടത് ഒരു ടെക്സ്റ്റ് ഏരിയ ആണ്. യൂസറിന് ഇൻപുട്ട് കൊടുക്കുവാൻ ആവശ്യമുള്ള ഒരു ടെക്സ്റ്റ് ഏരിയ. സോ അതിന് വേണ്ടിയിട്ട് st.textArea യൂസ് ചെയ്യുക. user_prompt എന്ന വേരിയബിളിലേക്ക് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിംഗ് അസൈൻ ചെയ്യുന്നു. ഇനി ഒരു സബ്മിറ്റ് ബട്ടണാണ് വേണ്ടത്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് റെസ്പോൺസ് ബിൽഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് st.button എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. user_prompt എന്ന വേരിയബിൾ ബ്ലാങ്ക് വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ ഒരു വാർണിംഗ് മെസ്സേജ് കൊടുക്കുക. പ്ലീസ് എൻ്റർ എ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു വാർണിംഗ് മെസ്സേജ് കൊടുക്കാം. അതർവൈസ് ജനറേറ്റ് LLM റെസ്പോൺസ് എന്ന ഫംഗ്ഷൻ കാൾ ചെയ്യുക. അതിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസ് പുതിയൊരു ടെക്സ്റ്റ് ഏരിയയിലേക്ക് റൈറ്റ് ചെയ്യുന്നു. വെബ് UI ബിൽഡ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് streamlit run chat.py. ഈ ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിൽ localhost:8501 എന്ന URL ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് LLMുമായിട്ട് ഇൻറ്റാക്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്കൊരു ബേസിക് പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. ടെൽ മീ എ ഫണ്ണി സ്റ്റോറി. ഇവിടെ ഫസ്റ്റ് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുക്കുവാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെയർ മോഡൽ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് വെക്കണം. ആൾസോ ഈ ഒരു പെർഫോമൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. LLMൽ നിന്നുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുപോലെ ജനറിക് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് LLMനോട് ചോദിക്കാൻ സാധിക്കും. ബട്ട് ChatGPT ജനറേറ്റ് ചെയ്യുന്നത് പോലുള്ള ഔട്ട്പുട്ട് ഒരിക്കലും ഇവിടെ പ്രതീക്ഷിക്കരുത്. എന്നാൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധിക്കും. ലൈക്ക് സമ്മറൈസേഷൻ, ലാംഗ്വേജ് കൺവേർഷൻ, ടെക്സ്റ്റ് കംപ്ലീഷൻ, അങ്ങനെയുള്ള ടാസ്കുകളെല്ലാം നമുക്ക് ഈ ഒരു LLM യൂസ് ചെയ്ത് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ റെസ്പോൺസ് കിട്ടുന്ന ടൈം അല്ലെങ്കിൽ ലേറ്റൻസി വളരെ കൂടുതലായിരിക്കും, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി മെഷീൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ഈ ഒരു മോഡൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ചില കേസിൽ റെസ്പോൺസ് കിട്ടുന്നതിന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. എന്നാൽ പോലും കിട്ടുന്ന റെസ്പോൺസ് വളരെ മെച്ചപ്പെട്ട റെസ്പോൺസാണ്. ഈ ഒരു മോഡൽ അതായത് ലാമ 3.2 ഫൈൻ ട്യൂണിങ് ചെയ്ത് ഡൊമെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മോഡൽ ഫൈൻ ട്യൂണിങ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് അപ്കമിങ് വീഡിയോസിലുണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു ചാറ്റ് ബോട്ടിൻ്റെ വെബ് UI കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഇഷ്ടാനുസരണം UI ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ഞാനൊരു ഡോക്യുമെൻ്റ് ആക്കിയിട്ടുണ്ട്. അത് ഞാനിവിടെ ഷെയർ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അത് വർക്കിംഗ് ആണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. AI റിലേറ്റഡ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.